സ്വാഗതം ചെയ്യാനായി 24 എഡിറ്റർ ഇൻചാർജ് ശ്രീ PP ജെയിംസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുടക്കത്തിൽ തന്നെ സ്വാഗതം പറയുന്ന ആരെങ്കിലേക്ക് വിട്ടുപോയാൽ ക്ഷമിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും സ്വാഗതം. SKN at 40 ഇതൊരു ആഘോഷമല്ല. ഒരുപക്ഷെ ആഘോഷത്തിന് മൂഡ് തോന്നിക്കാണും. കാരണം മുഖ്യമന്ത്രിയായിട്ട് 1 മണിക്കൂർ നീണ്ട ലൈവ് ലഹരിക്കെതിരെ ഉണ്ടായിരുന്നു, വലിയൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷം മ്യൂസിക്കും വലിയ മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഫലത്തിലെത്തുന്നത് SKN at 40. SKN കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. കാരണം ഒരു വിശേഷണങ്ങൾക്കൊക്കെ അപ്പുറമാണ് SKN എന്നുള്ളത് നിങ്ങൾക്കറിയാം. R ശ്രീകണ്ഠൻ നായർ മലയാള മാധ്യമ രംഗത്ത് ഉണ്ടാക്കിയ ഒരു ജനകീയമായിട്ടുള്ള ഒരു ഇടപെടൽ അതൊരു പക്ഷേ അടുത്ത കാലത്ത് ആർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ 40 വർഷത്തെ R ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകൻ്റെ, ജനകീയ അവതാരകൻ്റെ മാധ്യമ ജീവിതം അതൊരു വ്യക്തിയുടെ മാധ്യമ ജീവിതം മാത്രമല്ല, അത് കേരളത്തിലെ മാധ്യമ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ്. അത് അച്ചടി മാധ്യമങ്ങളിൽ തുടങ്ങി, അച്ചടി മാധ്യമങ്ങൾ വളരെ സജീവമായിരുന്നൊരു കാലഘട്ടത്ത് റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ, ഓൺലൈനിലൂടെ എത്തി നിൽക്കുന്ന വലിയ ഒരു വിപ്ലവത്തിൻ്റെ അതിൻ്റെ ചരിത്രം നേർരേഖ കൂടിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഒരു മഹാവിപത്തിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് ഞങ്ങളിവിടെ അല്ലെങ്കിൽ നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. SKN കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരുപാട് റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെയൊക്കെ കടന്നു വന്ന്, അതിനു മുമ്പ് അച്ചടി മാധ്യമങ്ങളിൽ കലാകുമുദിയിലൊക്കെ എഴുതി തുടങ്ങിയ ആളാണ്. എത്തി നിൽക്കുന്നത് 24 ഫ്ലവേഴ്സ് എന്ന 2 കേരളത്തിലെ മുൻനിര ചാനലുകളുടെ അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഒരു ജനകീയ അവതാരകൻ മാത്രമല്ല, ഒരു ചാനലിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിൽ കൂടിയാണ്. ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ രംഗത്തിറങ്ങും, ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങുമ്പോൾ അത് സർക്കാരിൻ്റെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ പൊതുബോധത്തിൻ്റെയൊക്കെ ഒരു പിന്തുണയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. SKN നടത്താൻ പോകുന്ന ഈ യാത്ര ഇന്ന് 2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടാവും. അവിടെ നിന്ന് 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ കഠിന ചൂടിൻ്റെ നടുവിലൂടെ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെയുള്ള ഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി ഒരു വലിയ തുടക്കം കുറിക്കുകയാണ്. കാരണം നമ്മളെയൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറയുന്നില്ല. ലഹരി നമ്മുടെ ഓരോ വീടുകളിലും എത്തിയിരിക്കുന്നു. കുട്ടികളെ മുഴുവൻ വഴിതെറ്റിക്കുന്ന തരത്തിൽ അന്താരാഷ്ട്ര മാഫിയ ഇവിടെ വലിയ ഇതിലെത്തിയിരിക്കുന്നു. അച്ഛനമ്മമാരെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ യാത്രയെ കാണണം. അപ്പോൾ ഇതൊരു ആഘോഷമല്ല എന്ന് ഞാൻ പറഞ്ഞത്, ഇതൊരു സാമൂഹ്യമായിട്ടുള്ള ഇടപെടലാണ്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടപെടൽ കൊണ്ട് 24 ഫ്ലവേഴ്സും ഇതൊരു തുടക്കം മാത്രമായിട്ട് കാണുന്നത് ഞങ്ങൾ നിർത്തുന്നില്ല. ഞങ്ങൾ ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുകയാണ്. മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കണം, ജനങ്ങൾ ഏറ്റെടുക്കണം. ജനങ്ങളിലേക്ക് എത്തി നമ്മളിപ്പോൾ ദേശീയ തലത്തിലുള്ള റാക്കറ്റുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴാണ് ആഫ്രിക്കയിൽ നിന്നുള്ളവർ വരെയാണ് ഇതിൻ്റെ കണ്ണികളായിട്ട് നിൽക്കുന്നത്. അപ്പം അതിനെതിരെയുള്ളൊരു വലിയ കുരിശുദ്ധമാണ്. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഞാൻ നേരത്തെ സ്വാഗതം പറഞ്ഞത്.